രാജഗോപാൽ സാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരള പോലീസിനെ കുറിച്ച് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത്. കേരള പോലീസിനെ പറ്റി നിരന്തരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പുറത്തു വരാറുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ പല തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പോലീസിനുള്ളിലെ ക്രിമിനലുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒളിക്യാമറ വയ്ക്കുക, സ്ത്രീകളോട് മോശമായി പെരുമാറുക, പോലീസിനെതിരെ തന്നെ പോക്സോ കേസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വരിക. പിണറായി പോലീസ് എന്നുള്ള ഒരു ലേബലിലേക്ക് വിമർശകർ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? കാരണം അത്രയേറെ ക്രിമിനൽ വാസനയുള്ളവരായി ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള പോലീസ് പെരുമാറുന്നില്ലേ? ഇത് നമ്മുടെ പോലീസ് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ ഒക്കത്തില്ല. ഇത്തരം കാര്യങ്ങളിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റുകയില്ലെങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ സംശയിക്കേണ്ടി വരും. അത്തരത്തിലാണ് ഇവരുടെ ചിലരുടെ പെരുമാറ്റം. ചില ആളുകളുടെ പെരുമാറ്റം, ഒരുപാട് ഞരമ്പ് രോഗികളും വൈകൃത മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇത്തരം നമ്മുടെ സർക്കാർ സർവീസിലും സേനകളിലും കടന്നുകൂടിയിരിക്കുകയാണ്. ഇവര് കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടി വരും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് CPM ന്യായീകരിക്കുന്ന പോലെ അതിനെയൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയല്ല. അതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കുക, ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ കാണിച്ചത്, അവനൊക്കെ ഞരമ്പാണ്, ഞരമ്പ് രോഗികൾ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. വൃത്തികെട്ടവൻ എന്നൊക്കെ പറയാവുന്ന വാക്കുകളുമാണ് അവനെയൊക്കെ പ്രയോഗിക്കേണ്ടത്. പോലീസ് സേനയിൽ ഇപ്പൊ പണ്ടത്തെ പോലെ പോലീസ് സേനയിൽ വരുന്നവരാരും പഴയ പോലെ 10ാം ക്ലാസ്സോ അങ്ങനെയൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകളല്ല. എല്ലാം നല്ല വിദ്യാഭ്യാസ യോഗ്യത. ഇപ്പൊ കഴിഞ്ഞ പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ നമ്മൾ കണ്ടില്ലേ, അതിനകത്തില് PG, എഞ്ചിനീയറിങ്, അങ്ങനെ ആ രീതിയിലൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ്. വളരെ ഡിഗ്രിക്കാരുടെ എണ്ണം തന്നെ വളരെ കുറവാണ്. അപ്പൊ പിന്നെ 10ാം ക്ലാസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ പിന്നെ +2-നെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങൾ പോലുമില്ല. അത്തരത്തിൽ നല്ല വിദ്യാഭ്യാസവും പിന്നെ വിവരവുമുള്ള ആളുകളാണ് പോലീസ് സേനയിലേക്ക് വരുന്നത്. അവരെ എന്തെല്ലാം തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്ത ശേഷം ട്രെയിനിങ് കൊടുക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെ പോലീസിൽ നിയമിക്കുന്നത്. പക്ഷേ ഇവരുടെ ഇടയിൽ സർവീസിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ക്രിമിനൽ വാസന വളരെ വളരെ കൂടി വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. അത് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വല്ല പരിഷ്കരണം നടത്തണമോ, ഇവരുടെ മാനസിക നില പരിശോധിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ്ങുകൾ എന്തെങ്കിലും കൊടുക്കുകയോ ഒക്കെ വേണം ഇതുകളെ കണ്ടെത്താനായിട്ട്. എങ്കിൽ മാത്രമേ പോലീസ് സേനയ്ക്ക് അടിക്കടി ഉണ്ടാകുന്ന നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. എന്താണ് ചെയ്തത്? ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനെ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ. സഹപ്രവർത്തകരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ബാത്റൂമിലും അവരിരിക്കുന്ന റെസ്റ്റ് റൂമിലും അവരുടെ ക്വാർട്ടേഴ്സിലും ഒക്കെ ഒളിക്യാമറ കൊണ്ടുവെക്കുകയാണ്. സ്പൈ ക്യാമറ വരെ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. അവർ ഉപയോഗിച്ചിട്ട് അവരുടെ ഡ്രസ്സ് മാറുന്നത്, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുക. ഇവന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചേക്ക്, ഇവന്റെ മനോഭാവം, ഇവന്റെ മനോനില എന്താണെന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഈ വൈകൃതക്കാരൻ ചെയ്യുന്ന ഇങ്ങനെ തന്നെയല്ല, ഒക്കെ ശേഖരിച്ച ശേഷം അതിലെ ഒരു ദൃശ്യം, കുറച്ച് ദൃശ്യങ്ങള് അതിന്റെ സഹപ്രവർത്തകയെ പോലീസുകാരിയെ തന്നെ കാണിക്കുകയാണ്, സഹപ്രവർത്തകയെ തന്നെ കാണിക്കുകയാണ്. കാണിച്ചിട്ട് അവരോട് ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഇവന് എന്താണ് ഇവന്റെ, എനിക്കതിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഇവന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന്. അവരൊരു പോലീസുകാരിയാണല്ലോ, ഇവനെക്കാട്ടിൽ എത്രയോ ഭേദമാണ്. ഈ പിന്നെ വികൃത രൂപിയെക്കാട്ടില് സ്വഭാവക്കാരനെക്കാട്ടി എത്രയോ ഭേദമാണ്. അവര് ബുദ്ധിമതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ അവരോട് അറിയിക്കരുതെന്നുള്ളൊരു ബുദ്ധി പോലും ഇവനുണ്ടായില്ല. കാരണം ഈ സേനയുടെ അച്ചടക്കവും മറ്റു കാര്യങ്ങളും ഇതിനെ കുറിച്ചൊക്കെ ആയിട്ട് പഠിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുമാണല്ലോ. അവര് പെട്ടെന്ന് പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ കേസ് റിമാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ വന്ന റിപ്പോർട്ട്. അതേപോലെ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതും ഇടുക്കിയിൽ തന്നെയാണ് ഉണ്ടായത്. ഒരു വഴിയോരത്ത് മാങ്ങ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധു മനുഷ്യൻ, ഒരു പാവപ്പെട്ടവൻ, വഴിയോരത്ത് അയക്ക് മറ്റേ കടയിട്ടൊന്നും എടുക്കാനുള്ള പിന്നെ പണവും മറ്റു കാര്യങ്ങളില്ലെന്ന് വഴിയോരത്തിരുന്ന് മാങ്ങ കച്ചവടം നടത്തുകയാണ്. മാമ്പഴം വിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ ഒരു പോലീസുകാരനാണെന്നോ അറിഞ്ഞത്, ഇയാളെ സ്കൂട്ടറെ വരുന്നു, സ്കൂട്ടർ വന്ന് അവിടെ നിർത്തുന്നു. നിർത്തുമ്പോ ഈ കച്ചവടക്കാരൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവശ്യത്തിനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മാമ്പഴം മാത്രമാണ് അവിടെ റോഡ് സൈഡിൽ ഇരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്യുന്നു? പതുക്കെ അതിനകത്ത് നിന്ന് കുറച്ച് മാങ്ങ എടുക്കുകയാണ്. മാങ്ങ എടുത്തിട്ട് ഇവന്റെ ബാഗിനകത്ത് നിറച്ചുകൊണ്ടങ്ങ് പോയി. ഇയാള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലായി. പിന്നെ ആരാ എന്താണെന്നൊക്കെ അന്വേഷിച്ച് അറിഞ്ഞത് പിന്നീട് CCTV ദൃശ്യങ്ങളിൽ കൂടാണ്. അറിഞ്ഞപ്പോ എന്തോ ഒരു പോലീസുകാരനാണ് ഈ മാങ്ങ എടുത്തോണ്ട് പോയിരിക്കുന്നത്.
നമ്മൾ പറഞ്ഞില്ലേ, തൂങ്ങിച്ചാകുന്നവന്റെ കാലേ തൂങ്ങുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്കുള്ള ഒരു അവസ്ഥയായിപ്പോയി അത്. കാരണം മാങ്ങാ കച്ചവടം റോഡായി നടത്തുന്നു പറഞ്ഞാൽ തീരെ ദരിദ്രനായ ഒരു മനുഷ്യനാണ്. അവിടെ നടത്തുന്നത്. വലിയ ചെറിയ ചില 100-500 രൂപയായിരിക്കും ഒരു ദിവസം കിട്ടുന്നത്. ഏതാണ്ട് അതേപോലെയുള്ള മാങ്ങായും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇവൻ അങ്ങ് പോയിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കി. അപ്പൊ അത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്ത് കളയുന്ന രീതികൾ ഇതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ കോഴിക്കോട് നിന്ന് എന്താണ് കേട്ടത്? കോഴിക്കോട്ടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് കുറച്ച് പുരുഷന്മാരും സ്ത്രീകളും കൂടെ ചേർന്ന് ഒരു വ്യഭിചാര കേന്ദ്രം അവിടെ നടക്കുകയായിരുന്നു. അത് റെയ്ഡ് ചെയ്തു. കുറച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ പിടികൂടി. അവസാനം ഇതിന്റെ റൂട്ട് എവിടെ ചെന്ന് അവസാനിച്ചത്? കോഴിക്കോട് ജില്ലയിലുള്ള 2 പോലീസുകാർക്ക് കേന്ദ്രവുമായിട്ട് ബന്ധമാണ്. അവരാണ് പണം കൊണ്ടുപോകുന്നത്. അവരാണ് ഇതിന്റെ ഇടനിലക്കാര്. അവരുടെ സുരക്ഷിത തണലിലാണ് ഈ സ്ഥാപനം അവിടെ കുറച്ച് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ ഇന്നലെ പരസ്യമായിട്ട് വിളിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് 100-500-1000 രൂപയാണ് കിട്ടുന്നത് സാറേ, മറ്റവര് 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് ഇതുകൊണ്ട് സമ്പാദിച്ചെന്നുള്ളത്. നോക്കുക, കഴിഞ്ഞ 10 ദിവസത്തിന് ഉണ്ടായ 3 സംഭവങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ പോലീസ് സേന ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ ഇതിനെ കാണാനൊക്കത്തില്ല. ഇതൊന്നും എല്ലാം അങ്ങ് ഒറ്റപ്പെട്ടത് നമുക്ക് പറയാനൊക്കത്തില്ല. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാരാണ്. അടുത്ത തഹസിൽദാരാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആകേണ്ട എല്ലാ അധികാരങ്ങളും ഉള്ളൊരു ആളാണ്. അയാൾ ചെയ്തിരിക്കുന്ന പണി കണ്ടില്ലേ? നമ്മുടെ നാട് മുഴുവൻ, കേരളം മുഴുവൻ, ഒരു ഇന്ത്യ മുഴുവൻ വിലപിച്ച സംഭവങ്ങളാണ്. അതാ വിമാന ദുരന്തം എന്ന് പറയുന്നത്. അതിൽ മരിച്ച നമ്മുടെ ഒരു സഹോദരി, കോഴഞ്ചേരിക്കടുത്ത് പുല്ലാടുകാരിയായ ഒരു സഹോദരി. ആ സഹോദരിയുടെ മരണത്തെ ഇയാൾ എത്ര വൈകൃതമായിട്ടാണ് ചിത്രീകരിച്ചത് നോക്കുക. അവരുടെ ജാതി പറഞ്ഞിട്ട്. പിന്നെ മറ്റൊന്നും നമുക്ക് പറഞ്ഞില്ലേ, നമുക്ക് പരസ്യമായിട്ട് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളാണ് ഇയാൾ നടത്തിയത്. റവന്യൂ സർവീസിലാണ്. ഇപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴോ ഇയാൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടെന്ന്. ഇതിനു മുമ്പും ഇയാള് ഇത്തരം പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നേരം എല്ലാം വാണിംഗ് കൊടുത്തിട്ട് തിരിച്ചു കയറ്റുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചില ഇവരുടെയൊക്കെ സംഘടനകളുടെ ബലമാണ്. റവന്യൂ വകുപ്പിൽ നമുക്കറിയാം, റവന്യൂ വകുപ്പിലെ CPI മിക്കവാറും കേരളത്തിലെ ഭരണങ്ങളിൽ റവന്യൂ അവരുടെ കയ്യിലാണ്. അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, UDF പണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലാണ്. നമ്മൾ സർക്കാർ സർവീസിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏറ്റവും പ്രബലമായ യൂണിയൻ ഏതാണോ അതിലേക്ക് തന്നെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസായി, എന്ത് ചെയ്യാനുമുള്ള ലൈസൻസായി. നമുക്ക് എന്തും ചെയ്യാം, ആരെ ആക്ഷേപിക്കാം, നമ്മുടെ കൃത്യമായ ജോലി ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്നുമില്ല, എല്ലാ സംഘടന സംരക്ഷിച്ചോളും. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പവിത്രൻ, നല്ല പേരാ കേട്ടോ, പവിത്രൻ എന്നാണ് അയാളുടെ പേര്, പവിത്രനെന്നും ഈ ഇത്തരത്തിലുള്ള 3 വാണിംഗ് കൊടുത്തിട്ടും പിന്നെയും ഇയാൾ സർവീസ് തുടരുകയില്ലായിരുന്നു. ഇപ്പൊ കളക്ടർ എന്തോ ശക്തമായിട്ട് പറയുന്നുണ്ട് ഇവനെ പിരിച്ചുവിടണമെന്നൊക്കെയാണ് പറയുന്നത്. ചെയ്യുമായിരിക്കും. അതോ ഇനി യൂണിയൻകാരുടെ ഇടപെട്ട് വീണ്ടും പവിത്രനെ തഹസിൽദാരാക്കുവോ അല്ലെങ്കിൽ RDO ആക്കുവോ എന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ വീണ്ടും പോലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. കേരള പോലീസ് ഏറ്റവും മികച്ച പോലീസാണ്. അന്നും ഇന്നും ഏറ്റവും നല്ല സേനയാണ് നമ്മുടെ. അതിനകത്ത് സംശയമൊന്നുമില്ല. വളരെ മികവുറ്റ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സംഘമാണ് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവൃത്തികൾ പോകുന്നത്. ഇവിടെയും സംഘടനാ സ്വാതന്ത്ര്യം, പോലീസിന് എന്ന് മുതൽ സംഘടിക്കാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തു. അവരൊക്കെ ട്രേഡ് യൂണിയനുകളുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുയോഗങ്ങളിലേക്ക് വരിക, അവരുടെ സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കുക, കൈയടിക്കുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കെട്ടുറപ്പാണ് നഷ്ടപ്പെട്ടത്. അതിന്റെ കെട്ടുറപ്പാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് കണ്ടില്ലേ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അദ്ദേഹത്തെ വഴിയിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ തടഞ്ഞപ്പോൾ ഗൺമാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലുണ്ട്. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഗൺമാനുണ്ട്. അദ്ദേഹം പോലീസുകാരനാണ്, സംഘടനയുടെ നേതാവുമാണ്. പക്ഷെ അത് സിവിൽ യൂണിഫോമിലാണ്, ഒരു സാധാരണ പാന്റും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇഷ്ടം പോലെ പോലീസുകാർ അവിടെ നിൽപ്പുണ്ട്. ക്രമസമാധാനം, മുഖ്യമന്ത്രിയുടെ ആരോഗ്യം ജീവനം സംരക്ഷിക്കാൻ ഇഷ്ടം പോലെ പോലീസുകാർ നിൽക്കെ ഈ ഗൺമാൻ ചാടി ഇറങ്ങിയിട്ട് ലാത്തി പിടിച്ചു വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തലയ്ക്കും കൈക്കും ഒക്കെ അടിക്കുക. എന്നാലോചിച്ച് നോക്കി. സാധാരണ നമ്മളെപ്പോലെ പോലീസ് വേഷത്തിലാണെങ്കിൽ അവർക്ക് അതിന് അധികാരമുണ്ട്, എങ്കിലും തലയ്ക്കടിക്കാനുള്ള അധികാരമൊന്നുമില്ല. ഇതൊന്നുമില്ലാതെ സിവിൽ ഡ്രസ്സിൽ ഇറങ്ങിയിട്ട് അടിക്കുകയാണ്. വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നു. എന്തായി കേസ്? ഒന്നുമില്ല.
ഇത്രയും നാളായി ആ കേസ് സംബന്ധിച്ച് എന്താണ് തെളിവെന്ന് പോലും അറിയത്തില്ല. എന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അദ്ദേഹവും സംഘടനാ നേതാവാണ്. അപ്പൊ ഇത്തരത്തിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകൾക്ക് ഒരു തുണയായിട്ട് മാറിയത്. ഈ പറയുന്ന പോലെ വണ്ടിപ്പെരിയാർ വൈശാഖ് നാളെ രക്ഷപ്പെടുമായിരിക്കും. നമ്മുടെ കണ്ണൂര് ഡെപ്യൂട്ടി തഹസിൽദാര് പവിയും ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ നമുക്ക് അധികാരികളോട് പറയാനുള്ളത് ഇത് അരുത്. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോളൂ ഇതിനകത്തില്. സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും ഒക്കെ നമ്മുടെ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതെല്ലാം ചെയ്തോളൂ. പക്ഷേ ജനങ്ങളെ സേവിക്കേണ്ട സർവീസുകളാണ് ഇതെല്ലാം. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി നിൽക്കേണ്ടതാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കേണ്ടവരാണ്. നമ്മൾ സംരക്ഷണം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന ഒരു സേനാ വിഭാഗമാണത്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. രാഷ്ട്രീയവൽക്കരിച്ച ഇത്തരത്തിലുള്ള ക്രിമിനലുകളുടെ താവളം അവർക്കൊരു അവസരമാക്കാനായിട്ട് പോലീസ് സേനയോ അല്ലെങ്കിൽ സർക്കാർ സർവീസിനോ ഉപയോഗിക്കരുതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും സർക്കാർ സർവീസുകളിൽ പ്രത്യേകിച്ച് പോലീസുകളിൽ ഉണ്ടാവുന്ന ക്രിമിനലുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ദോഷമായി വരുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന് പരാതിയുമായി എന്ത് ധൈര്യത്തിൽ നമ്മുടെ കേരള പോലീസിന് മുന്നിൽ ചെന്ന് നിൽക്കും എന്ന് ചോദിച്ചാൽ ഇന്ന് ശരിയാണ്, രാജഗോപാൽ സർ പറഞ്ഞത് വളരെ ശരിയാണ്. അടച്ചാക്ഷേപിക്കാൻ സാധിക്കില്ല. പക്ഷേ 10 ദിവസത്തിനിടെ ഉണ്ടായ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയേറെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രിമിനൽ വീഴ്ചകളെ നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിൽ ഇവരുടെ മുൻപിൽ ഒരു പരാതിയുമായി നമ്മൾ ചെന്ന് നിൽക്കും എന്ന് ചോദിച്ചാൽ അതിന് കേരള പോലീസിന് മുൻപിൽ പോലും പോയി നിൽക്കാനുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതമല്ല നമ്മൾ എന്ന് വേണം ഈ 10 ദിവസത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ. പോലീസ് സ്റ്റേഷനകത്ത് പോലും ഒളിക്യാമറ സ്ഥാപിക്കുന്ന പോലീസുകാർ, ആ പോലീസ് സ്റ്റേഷനകത്ത് പോലും പോലീസുകാരിയായിരുന്നിട്ട് പോലും സുരക്ഷിതയല്ലാതെ മാറുന്ന സ്ത്രീകൾ, ഇതൊക്കെയാണ് കേരളത്തിലെ കാഴ്ച. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.